ഇനി ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. എനിക്ക് ക്യാൻസറായിരുന്നു. ക്യാൻസറായി പിന്നെ റോയ് പാസ്റ്റർ കോഴിക്കോട് വരുന്ന സമയത്ത് ഞാൻ ആ ചർച്ചിൽ പോകും. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്യാൻസർ മാറ്റി. ക്യാൻസർ മാറി ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇല്ല, ഒന്നുമില്ല, വിഷമിക്കേണ്ടെന്ന്. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്രസ്റ്റിന് മുഴ വരാൻ തുടങ്ങി, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസർ അല്ല, ഇത് പൈശാചിക ശക്തിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം രാത്രി, ദൈവമക്കൾ കേൾക്കണം, ഒരു ദിവസം രാത്രി എനിക്ക് ഭയങ്കര ബ്ലീഡിങ്, ഒരു 2 മണിയുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ്. ഏപ്രിൽ മാസത്തിലാണ്. ടേപ്പ് തുറന്നിട്ട് വെള്ളം പോകുന്ന പോലെ ബ്ലീഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അന്ന് ഞാൻ മോള് ഈ ബ്ലഡൊക്കെ കണ്ടാൽ തല കറങ്ങി വീഴും. അപ്പോൾ ഞാൻ ഒച്ച ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്ത് പോയി. അങ്ങനെ ഞാൻ മുറ്റത്ത് തല കറങ്ങി വീണു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് എനിക്ക് കണ്ണ് തോന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ കൈപിടിച്ചുയർത്തണമേ എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബാത്റൂമിൽ ഞാൻ വീണു. അപ്പോൾ മോള് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ബ്ലഡ് ഇങ്ങനെ പോയി കിടക്കുന്നത്. അവൾ ആകെ വിഷമിച്ച് എന്നോട് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോവാം. ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് ഞാനില്ലാന്ന്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മെയ് മാസത്തിൽ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി വേണമെന്ന്. അങ്ങനെ സർജറി മെയ് 16 സർജറി ചെയ്തു. സർജറി കഴിഞ്ഞപ്പോൾ സൗമിനി സിസ്റ്റർ കൃപാ സിസ്റ്ററോട് പറഞ്ഞ് സർജറി കഴിഞ്ഞാൽ എന്തായാലും കീമോ വേണം, അല്ലെങ്കിൽ റേഡിയേഷൻ വേണമെന്ന്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതില്ലാതെ ആവാന്ന്. അപ്പോൾ സർജറി കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ് സെക്കൻഡ് വിസിറ്റ് കഴിയട്ടെ, എന്നിട്ട് പറയാം കീമോ വേണോ റേഡിയേഷൻ വേണോ എന്ന്. സെക്കൻഡ് വിസിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട. എൻ്റെ ദൈവം എത്ര വലിയവനാ എനിക്ക് വേണ്ടി ആ സ്വർഗത്തിൽ നിന്നും പൊൻകര നീട്ടി എന്നെ പിടിച്ചെടുത്തതാ എൻ്റെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.